ടെൻടടേ പറഞ്ഞ പോലെ ഹിയർ ഈസ് അവർ ഫസ്റ്റ് ലോങ് വീഡിയോ. ടൊറന്റോയിലെ ഹീറ്റ് വാണിംഗ് കണ്ട് കണ്ണ് തള്ളിയിരുന്നപ്പോഴാണ് തണ്ടർബേയിൽ നല്ല മഴയാണെന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, കൈ കിട്ടിയ ഡ്രസ്സും പാക്ക് ചെയ്ത് ഞങ്ങൾ ഊബർ എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരുന്നപ്പോഴാണ് ഒരു അടിപൊളി സംഭവം നമ്മുടെ കണ്ണിപ്പെട്ടത്. ഇത്ര നേരത്തെ സൂര്യൻ ഉദിക്കുമെന്നുള്ള എൻ്റെ പൊട്ട ക്വസ്റ്റിനെ പുച്ചിസ് തള്ളിക്കൊണ്ട് നിബി പറഞ്ഞു ഇതാണ് ബക്ക് മൂൺ എന്ന്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും സൈസിൽ ഇത്രയും കളർഫുൾ ആയിട്ടൊരു മൂൺ കാണുന്നത്. അങ്ങനെ ബക്ക് മൂണൊക്കെ കണ്ട് വീഡിയോ എടുത്തിരുന്നപ്പോഴാണ് ഊബറെണ്ണം പറഞ്ഞത് മക്കളെ എയർപോർട്ട് എത്തിയെന്ന്. പിന്നെ അണ്ണനൊരു ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഈ ഫ്ലെയർ എയർലൈൻസിനാട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഫ്ലെയറിൻ്റെ ഗേറ്റും തപ്പി ഞങ്ങൾ നടത്തു തുടങ്ങി. ഞാൻ ഓർത്തു അതിരാവിലെ ആയതുകൊണ്ട് ഒട്ടും തിരക്ക് കാണില്ല എന്ന്. പക്ഷെ അകത്ത് കയറിയപ്പോഴല്ലേ ആണ്ടേ ഒരു പൂരത്തിനുള്ള ആൾക്കാർ വന്നേക്കുന്നു. ഈ അതിരാവിലെ ഇതുങ്ങളെല്ലാം കൂടി എങ്ങോട്ട് പോകുന്നോ എന്തോ. ഞാനങ്ങനെ വണ്ടറടിച്ചിരുന്നപ്പോൾ നിബിതേ ഈ സ്ക്രീനിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തപ്പിയെടുത്തു. ഹാവൂ, അപ്പോൾ എന്തായാലും ഫ്ലൈറ്റ് ഉണ്ട്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് തണ്ടർബേ എന്ന് പറഞ്ഞല്ലാണ്ട് നമ്മുടെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തണ്ടർബേ ആണ്. കാനഡയിലെ ഒരു പ്രൊവിൻസ് അഥവാ ഒരു സ്റ്റേറ്റാണ് ഒണ്ടാരിയോ. അപ്പോൾ ഈ ഒണ്ടാരിയോയിൽ ടൊറന്റോയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഈ ഒണ്ടാരിയോയിൽ തന്നെയുള്ള മറ്റൊരു സിറ്റിയാണ് തണ്ടർബേ എന്ന് പറയുന്നത്. സിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും തൊട്ടടുത്താണ്, പക്ഷെ അത്ര അടുത്തല്ല. ഒരു 1350 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സിറ്റി, അതാണ് തണ്ടർബേ. കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ബോർഡിംഗ് ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കയറണം, ബാക്കി കളികളിൽ അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഫ്ലൈറ്റിലെത്തി. ഞങ്ങൾ കയറിയപ്പോൾ തൊട്ട് പൈലറ്റ് എന്തൊക്കെയോ കാര്യമായിട്ട് ഫ്രഞ്ചിൽ തട്ടി വിടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രഞ്ച് നല്ല വശമായതുകൊണ്ടാണോ എന്തോ ഞങ്ങൾ രണ്ടുപേരും എല്ലാം മനസ്സിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തലയും കുലുക്കിയിരുന്നു. വിൻഡോ സീറ്റ് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റിൽ കയറില്ല കേട്ടോ എന്ന് ഓൾറെഡി ഭീഷണി ഉള്ളതുകൊണ്ടോ എന്തോ ഇനി പാവം എനിക്കിതേ വിൻഡോ സീറ്റൊക്കെ വിട്ടു തന്നു. കയറിയിരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ ഞാൻ ദേ കിടക്കുന്നു. അങ്ങനെ നല്ല സുഖിച്ച് കിടന്നുറങ്ങുമ്പോഴാണ് തണ്ടർബേ എത്തിയെന്നും പറഞ്ഞ് നിബി എന്നെ കുത്തിപ്പൊക്കിയത്. ഓർക്കച്ചടവിൽ കണ്ണും തിരുമ്മി എണീറ്റ് ഞാൻ കണ്ടത് ദേ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പ് വ്യൂ ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല എൻ്റെ മോനെ. അങ്ങനെ തിരക്കേറിയ ടൊറന്റോ സിറ്റിയിൽ നിന്നും പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ ഈ തണ്ടർബേയുടെ മണ്ണിലേക്ക് ഞങ്ങൾ പറന്നിറങ്ങി. ഇതാണ് ഞങ്ങളുടെ താരം മിഗേല മരിയ ഹോസെ അഥവാ ഞങ്ങളുടെ മിക്കു. ഇവളെ കാണാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ നിന്ന നിപ്പിൽ ഓടി ഇങ്ങോട്ട് പോകുന്നത്. ആദ്യം ഞങ്ങളെ കണ്ടപ്പോൾ കക്ഷിക്ക് ഇച്ചിരി ചമ്മലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആൾ ഫുൾ ഓക്കെ ആയി. പിന്നെ കളിയായി, ചിരിയായി, ഓട്ടമായി, ചാട്ടമായി. മിക്കു ഫുൾ പവർ. മിക്കും മാവനും കൂടെ കിട്ടിയ സമയത്ത് തകർത്ത് വാരി. എന്തായാലും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും ചേച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങി. ഇതാണ് നിബിയുടെ ചേച്ചി അമല സോബി. ഈ പുറകെ വരുന്നതാണ് കാനഡയിൽ മാത്രം ഹൊസെ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ സ്വന്തം ജോസ്കെ. എവിടുന്നോ ഒരു ട്രിപ്പിന്റെ മണമടിച്ച മിക്കു ഒന്നും നോക്കാണ്ട് ഓടിച്ചാടി ആരും മൈൻഡ് ചെയ്യാണ്ട് മിക്കുന്റെ സീറ്റിൽ കയറിയിരുന്നു. പിന്നെ ഹായ് തരലായി, പീസ് ഔട്ട് തരലായി. മിക്കുന്റെ സ്പെഷ്യൽ പീസ് ഔട്ടാണ് ഈ കാണുന്നത്. പിന്നെ മിക്കുവിന്റെ സ്പെഷ്യൽ ഫേവറേറ്റ് സോങ് ഒക്കെ ഇട്ട് കൊടുത്തു. അതിന് മിക്കുവിന്റെ ഡാൻസും മിക്കുവിന്റെ പാട്ടും എല്ലാം കൂടെ ആയിട്ട് ഫുൾ ജോളി മൂഡ്. പാടി തളർന്ന അവസാനം മിക്കു ദേ സൈഡിൽ ഉറങ്ങി വീണു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഈഗിൾ കെനിയോണിലേക്ക് ഞങ്ങൾ ഇത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലെ മരങ്ങളൊക്കെ കണ്ടോ, ശരിക്കും നമ്മൾ നാട്ടിലൊരു ട്രിപ്പ് പോകുന്ന പോലെ ഉണ്ടല്ലേ. ഇത് കാനഡയാന്നൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാന്. എൻ്റെ സ്വപ്നത്തിലെ കാനഡ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ആസ് യൂഷ്വൽ അരമണിക്കൂർ മുന്നേ എത്തേണ്ട ഞങ്ങളെ ഗൂഗിളുമായി പല കാട്ടുവഴികളിലൂടെ കൊണ്ടേ കറക്കി അവസാനം എങ്ങനെയൊക്കെയോ ഇവിടെ കൊണ്ടേ എത്തിച്ചതാണ്. അതോ ഒരു ഫോൾ ടൈമിൽ ഇവിടെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് നിവിസോവി തള്ളു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ കേൾക്കണോ എന്തോ. കാറിന്റെ എഞ്ചിൻ ഓഫ് ആയപ്പോഴത്തേനും അത് മിക്കു സ്വിച്ചിട്ട പോലെ ചാടി എണീറ്റു. പിന്നെ ചാടി ഇറങ്ങി വഴി കണ്ട കാട്ടുവെള്ളം എല്ലാം പറക്കലായി ആളുടെ കലാപരിപാടി. പിന്നെ ഇതിലും നല്ല പൂ മേളിലാ ഉള്ളതെന്നും പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് മിക്കുവിനെ കൊണ്ട് പോകുന്ന കേട്ടോ ഈ കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കാനഡയിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ്. ആക്ച്വലി ഒരു ബ്രിഡ്ജ് അല്ല, 2 ബ്രിഡ്ജാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ട് നമുക്ക് ചെറിയൊരു ഹൈക്കിങ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നടപ്പിളകി ഞങ്ങൾ ഇതേ ബ്രിഡ്ജിന്റെ എൻട്രൻസിലേക്ക് എത്തി. മിക്കു അപ്പോഴും മിക്കുവിന്റെ ഓട്ടം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സസ്പെൻഷൻ ബ്രിഡ്ജ്. എന്തായാലേ അകലെ നോക്കുമ്പോൾ തന്നെ ഏതാ വ്യൂ മോനെ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബ്രിഡ്ജിലേക്ക് കയറുവാണ് കേട്ടോ. ഈശ്വര ഭഗവാനെ കാത്തോണേ.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ബ്രിഡ്ജ് ഉണ്ടെന്ന്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജാട്ടോ ഫസ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത്. അതിൽ മാത്രമല്ല കാനഡയിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ബ്രിഡ്ജാണിത്. ഇനി അല്പം ഹിസ്റ്ററി ആവാം അല്ലേ? എനിക്ക് ഹിസ്റ്ററി അത്ര വലിയ വശമൊന്നും ഇല്ലാത്ത സബ്ജക്റ്റാണ്. എങ്കിലും ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ഈ ബ്രിഡ്ജ് ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ 2004-ലാണ്. അതായത് ഒത്തിരി പഴക്കമൊന്നുമില്ല. ഞാനൊക്കെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്കറിയാം ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന 2 മലകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ്. ഈ ബ്രിഡ്ജിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 600 ഫീറ്റ് വരും. അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 152 ഫീറ്റ് എബോവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ബ്രിഡ്ജ് എന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് താഴെ കൂടെ ഒരു ലേക്ക് പാസ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. ആ വ്യൂ എൻ്റെ മോനെ നമ്മൾ നോക്കി നിന്ന് പോകട്ടോ. ഫസ്റ്റ് ബ്രിഡ്ജിൽ നിന്ന് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ലാസ്റ്റ് നിവിയുടെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നപ്പോഴത്തേനും ഞങ്ങൾ പതുക്കെ സെക്കൻഡ് ബ്രിഡ്ജിലേക്ക് ഇറങ്ങി. താഴെ നല്ല പൂ പറിച്ചു തരാന്ന് പറഞ്ഞ് പറ്റിച്ച് മിക്കുനെ കൊണ്ടുവന്നെങ്കിലും ആശാത്തി തന്നെ ഇവിടെ നിന്നൊക്കെയോ കുറെ നല്ല പൂവൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവളെ ഇവിടുന്ന് എന്നാ പറഞ്ഞു കൊണ്ടുപോവോ എന്തോ. ഇത്തവണ എന്തായാലും മിക്കുനെ പറ്റിച്ചുകൊണ്ടുവന്ന മാമന ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. കുറച്ചങ്ങ് നടന്നപ്പോഴത്തേനും ഞങ്ങൾ സെക്കൻഡ് ബ്രിഡ്ജിൽ എത്തിയിട്ടോ. ഈ ബ്രിഡ്ജ് ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാൽ 1991-ലാണ്. ഈ ബ്രിഡ്ജിന് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു 300 ഫീറ്റ് ലെങ്തും ഉണ്ട്. അതുപോലെ 125 ഫീറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളും അത്ര ചില്ലറക്കാരനൊന്നും അല്ല. പിന്നെ ആ കാണുന്ന സ്പോട്ട് കണ്ടോ, അവിടുന്ന് പണ്ട് സിപ്പ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഹൈറ്റിൽ നിന്ന് ഒരു സിപ്പ് ലൈനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ കേട്ടോ. പിന്നെ എന്തോ സേഫ്റ്റി ഇഷ്യൂസും കൊണ്ടാന്ന് തോന്നുന്നു അവർ ഈ സിപ്പ് ലൈനൊക്കെ നിർത്തിവെച്ചത്. ഇത്ര നേരം നമ്മൾ കണ്ടത് ടോപ്പ് വ്യൂ അല്ലേ? ഇനി നമുക്ക് നേരെ ഗ്രൗണ്ട് വ്യൂവിലേക്ക് പോയാലോ? അതിനുവേണ്ടി ഇവിടെ ഒരു ട്രെയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ സ്റ്റെയർ ഒക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ ഇനി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ വീഡിയോയിൽ കണ്ടില്ലേ, ആ ലേക്കിൻ്റെ തൊട്ടടുത്തേക്കാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഹൈറ്റിലാണ് ആ ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം സ്റ്റെയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇത്ര നേരം കയറ്റം കയറി ഇറങ്ങിയതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റെയർ ഓടി ഇറങ്ങി താഴെ എത്തി. ഇതാട്ടോ ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റിലാണ് ആ ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ ബ്രിഡ്ജിന്റെ മേളിൽ നിന്നൊരു പൊട്ട് പോലെ നമ്മൾ കണ്ട ലേക്കില്ലേ, ആ ലേക്കാട്ടോ ഇപ്പൊ നമ്മൾ ഇത്ര അടുത്ത് കാണുന്നേ. എന്ത് ക്ലിയർ വാട്ടർ അല്ലേ, കണ്ടാൽ തന്നെ ഉണ്ടല്ലോ വളരെ ബ്രെത്തേക്കിംഗ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത്. മിക്കുസാറിന് എന്തോ വെള്ളം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടാനൊന്നും ആശാത്തി നിന്നില്ല. എന്നാലും കൈ കിട്ടിയ സാധനം എല്ലാം കൂടെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടലായിരുന്നു പിന്നെ പുള്ളിക്കാരുടെ ഹോബി. ലേക്കിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ വോക്കും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഈഗിൾ കന്യോൺ നമ്മൾ ഓൾമോസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിലേക്കാണ്. ഇതാണ് ടെറി ഫോക്സ് എന്ന് പറയുന്ന അത്ലറ്റ്. പുള്ളി ഒരു ഫോർമർ കാനേഡിയൻ അത്ലറ്റ് മാത്രമായിരുന്നില്ല, ക്യാൻസർ സർവൈവർ കൂടിയാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ആളുടെ ഒരു ലെഗ് ക്യാൻസർ മൂലം ആംപ്യൂട്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നീട് ഒരുപാട് ക്യാൻസർ റിസർച്ച് ആക്ടിവിറ്റീസിന് ആൾ ലീഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ടെറി ഫോക്സ് 1981-ൽ കണ്ടക്ട് ചെയ്ത ക്രോസ് കൺട്രി മാരത്തൺ. ഈ മാരത്തൺ അറിയപ്പെടുന്നത് തന്നെ മാരത്തൺ ഓഫ് ഹോപ്പ് എന്നാണ്. അതായത് ക്യാൻസർ റിസർച്ചിന് വേണ്ടിയുള്ള ഫണ്ട് റൈസിന് വേണ്ടി ആൾ നടത്തിയൊരു മാരത്തണായത്. ഇപ്പോഴും വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഫണ്ട് റൈസർ ഫോർ ക്യാൻസർ റിസർച്ച് എന്നറിയപ്പെടുന്നത് ടെറി ഫോക്സ് നടത്തിയ ഈ മാരത്തൺ ഓഫ് ഹോപ്പ് തന്നെയാണ്. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഇപ്പോഴും എല്ലാ വർഷവും ഈ മാരത്തൺ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ നല്ലൊരു സിനിക് ലുക്കൗട്ട് പ്ലേസ് കൂടി ആട്ടോ ഇത്. ഇവിടെ നിന്ന് നോക്കിയാൽ ലേക്ക് സുപ്പീരിയറിൻ്റെ ഏറ്റവും അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് നോക്കാനായിട്ടൊരു ബൈനോക്കുലർ പോലൊരു സാധനമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ആണെങ്കിൽ അളിയനും കൂടെ കാര്യമായിട്ടിരുന്ന് അതിനകത്ത് നോക്കുക. എന്നാണാവോ രണ്ടും കൂടെ നോക്കുന്നത് എന്തോ. രണ്ടുപേരും ഇത്ര കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പം ഞാനും ഓർത്തു എന്തായാലും എനിക്കൊന്ന് നോക്കണം, എന്നെ കണ്ടേന്നറിയണമല്ലോ. ഫോക്സിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അതേ സർക്കിൾ ടൂർ അട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഒരു നീണ്ടൊരു ലിസ്റ്റ് തന്നെ അവിടെ ഇട്ടേക്കുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. അടുത്ത ദിവസം പോകാനുള്ള പ്ലേസുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കലേ പിന്നെ പരിപാടി. എന്താണെന്നറിയില്ല, ബ്രെയിൻ കുറച്ച് വർക്ക് ചെയ്താൽ പിന്നെ എനിക്ക് അപ്പം വിശക്കാൻ തുടങ്ങും. വിശപ്പിൻ്റെ വിളി സഹിക്കാൻ മേലാണ്ടായപ്പോൾ ടെറി ഫോക്സിന് ഒരു ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. കാരണം ചേച്ചി വീട്ടിൽ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ, പിന്നെ അതൊക്കെ ആര് കഴിക്കും? അങ്ങനെ വീട്ടിൽ പോയി അത്യാവശ്യം നല്ലൊരു ഫുഡടിയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു നാപ്പൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ഈവനിങ് പിന്നെ ഇറങ്ങി. എന്തിനാന്നല്ലേ, ജുറാസിക് പാർക്ക് കാണാൻ. എന്തായാലേ വീട്ടിൽ ഇരിക്കാൻ മേലെ, എന്താണോ എന്തോ. കണ്ടോ ഇവിടുത്തെ തിയേറ്ററൊക്കെ കണ്ടോ, എന്താ അടിപൊളിയാലേ. ഹെവി ഫുഡ് അടിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഒരു പോപ്കോണും ഡ്രിങ്കും മേടിച്ച് ഞങ്ങൾ നേരെ തിയേറ്ററിനകത്തേക്ക് കയറി. ഭാഗ്യം ഫിലിം തുടങ്ങിയിട്ടില്ലായിരുന്നു. 7:15 തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ 7:20 ആയെങ്കിലും എന്തോ ഭാഗ്യത്തിന് ഫിലിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞ് കുറേ ദിനോസർ കുഞ്ഞുങ്ങളെയും കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ സമയം രാത്രി 9:30.
കാണുന്നുണ്ട്. സൺഡർവേയില് രാത്രി 9:45 PM ആണ് നമ്മളിപ്പോൾ. സൂര്യനൊക്കെ അതെ സൺസെറ്റ് കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ രാത്രി 9:45 കണ്ടത്. ഫിലിം കണ്ടിറങ്ങിയപ്പോഴത്തേനും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. തലേ ദിവസം 3 മണിക്ക് എണീറ്റതാണേ. ഇനിയിപ്പോൾ ഉറങ്ങാണ്ട് ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം അല്ലേ? നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ക്ഷീണമെല്ലാം മാറ്റി ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ റെഡിയായിട്ട് ഇറങ്ങി. ആസ് യൂഷ്വൽ മിക്ക തന്നെയാട്ടോ ഫ്രണ്ടിൽ. ഈ തുള്ളി തുള്ളി പോകുന്ന കുഞ്ഞിപ്പുഴുവിനെ കണ്ടില്ലേ? ഇവളുടെ ആവേശം കാണുമ്പോഴത്തേനും നമ്മുടെ എല്ലാ ക്ഷീണവും പമ്പ കിടക്കൂട്ടോ. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മളൊരു ലോങ് ഡ്രൈവാണ് പിടിച്ചേക്കുന്നത്. ഇവിടെ നിന്നൊരു 3 hour ഡ്രൈവ് ഉണ്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താൻ. പൂവേ കണ്ണാടി പൂവേ കാണിപ്പൂവേ മിക്കുവിൻ്റെ കളികളും പാട്ടൊക്കെ ആയിട്ട് സമയം പോകുന്നേ അറിഞ്ഞില്ല. ഞങ്ങൾ പോകുന്ന വഴിയുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. ഇപ്പോഴാണ് ശരിക്കും എനിക്ക് നാട് മിസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നാട്ടിലെ പോലെ കാടും മലയും കുന്നൊക്കെ കണ്ടപ്പം ഒരു രോമാഞ്ചിഫിക്കേഷൻ. ജസ്റ്റ് ഒരു നൊസ്റ്റാൾജി അടിച്ചതാണേ. ട്രിപ്പെല്ലാം കഴിഞ്ഞ് ടൊറൻറ്റോ എത്തുമ്പോഴായിരിക്കും ഇതൊക്കെ ഇനി മിസ് ചെയ്യാൻ പോകുന്നത്. പാവം മാമ്പുള്ളി പാടി എപ്പോഴോ ഉറങ്ങി വീണുപോയി. പിന്നെ ഞങ്ങൾക്ക് ഗെയിംസിൻ്റെ സെക്ഷനായിരുന്നു. അന്താക്ഷരിയും തംഷറാസും അശ്വമേധവും ഒക്കെ ആയിട്ട് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നേ. ഫസ്റ്റ് ആരാ മങ്കിയാവുന്നതെന്ന് അറിയാനുള്ള വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു ബ്രിഡ്ജ് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. എന്തായാലും ഇവിടുത്തെ ഓരോ കൺസ്ട്രക്ഷനും നമ്മളെ വണ്ടടിപ്പിച്ചുകൊണ്ടിരിക്കുക. വാശിയേറിയ മത്സരത്തിന് ശേഷം ഫസ്റ്റ് മങ്കി പൊസിഷൻ നിവി തന്നെ അടിച്ചു മാറ്റി. അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴേക്കും ഞങ്ങൾ മാരത്തൺ ടൗണിലെത്തിയായിരുന്നേ. ഈ ടൗണിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പെബിൾസ് ബീച്ചിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഡ്രൈവ്. ഒരു കൊച്ചു ടൗണാണ് ഈ മാരത്തൺ എന്ന് പറയുന്നത്. 2-3 ടിമ്മോട്ടൻസും ഒരു പിസ്സ ഹട്ടും അങ്ങനെ കുറച്ച് ഷോപ്പുകൾ മാത്രമുള്ള ഒരു ചെറിയ ടൗൺ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൾപ്പ് ആൻഡ് പേപ്പർ ഫാക്ടറിയും പിന്നെ ഈ പെബിൾ ബീച്ചുമാണ്. നമ്മൾ ഈ 3 hour ട്രാവൽ ചെയ്ത് വന്നത് തന്നെ ഈ പെബിൾ ബീച്ച് കാണാൻ വേണ്ടിയാണ്. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ അത്ര അടിപൊളിയാണ് സംഭവം. ഈ പെബിൾ ബീച്ചിൻ്റെ എൻട്രൻസിൽ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ലേക്ക് സുപ്പീരിയറിൻ്റെ അതിമനോഹരമായ വ്യൂ ആണ്. ലേക്ക് സുപ്പീരിയറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. മുന്നിൽ കണ്ട ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ ബീച്ചിലേക്ക് പതുക്കെ നടന്നു. സാധാരണ ഒരു ബീച്ച് എന്നൊക്കെ കേട്ടാൽ നല്ല ആളും ബഹളമല്ലേ നമുക്ക് തോന്നുക. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഒരു മനുഷ്യനെ പോലും കാണാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബീച്ച് ഓൺ ചെയ്ത പോലെ ആ അഹങ്കാരത്തിലാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോൾ ആകെ കണ്ടതൊരു 3-4 പേരെയായിരുന്നു. അല്ലെങ്കിലും ഈ മൂടി നിൽക്കുന്ന ക്ലൈമറ്റിൽ ആരല്ലേ ബീച്ചിലേക്കൊക്കെ വരുന്നത്? കാനഡയിൽ മെയിനായിട്ട് ആൾക്കാർ ബീച്ചിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ സൺലൈറ്റ് അടിച്ച് കുറച്ച് ടാനൊക്കെ ആവാൻ വേണ്ടിയാണ്. ഇവിടെ സണ്ണിനെ പോലും കാണാനില്ല. പിന്നെ എങ്ങനെ ആൾക്കാർ ബീച്ചിൽ വരുമെന്ന് പറ. ഞങ്ങൾ എന്തായാലും ഒരു റിസ്ക് എടുത്ത് ഇറങ്ങിയതാണ്. മഴ പെയ്താലും പെയ്തില്ലല്ലോ ഇന്ന് പെബിൾ ബീച്ച് കണ്ടിട്ടേ ഉള്ളൂ എന്ന് ഓർത്ത് ഇറങ്ങിയതാണേ. കണ്ടില്ലേ, പേര് പോലെ തന്നെ ഈ ബീച്ചിൻ്റെ സ്പെഷ്യാലിറ്റിയും പെബിൾസ് ആണ്. സാധാരണ ബീച്ച് സൈഡിലെല്ലാം നമ്മൾ മണലല്ലേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈ ബീച്ചിൻ്റെ അങ്ങേ സൈഡ് മുതൽ ഇങ്ങേ സൈഡ് വരെ വളരെ കളർഫുൾ ആയിട്ടുള്ള പെബിൾസ് ആണ്. ശരിക്കും കണ്ടാത്തൊന്നും ആരോ കൊണ്ടേ അടുക്കി വെച്ചേക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് ഈ ലേക്ക് തന്നെ വർഷാവർഷങ്ങളായിട്ട് ഫോർമേറ്റ് ചെയ്തിട്ടേക്കുന്നത്. നാട്ടിലായിരുന്നെങ്കിൽ എപ്പോൾ ഇതൊക്കെ വാരിക്കൊണ്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ മതി. കാരണം അത്ര സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ് ഈ പെബിൾസ് കാണാൻ. അതുപോലെ നല്ല കളർഫുള്ളും വെറൈറ്റി കളേഴ്സൊക്കെ നമുക്ക് ഈ പെബിൾസിൽ കാണാൻ പറ്റും. ഇവിടെ വരുന്നവരുടെ മെയിൻ ആക്ടിവിറ്റിയും ഈ പെബിൾ കളക്ഷനാണ്. യുണീക്ക് സ്റ്റോൺസായ ക്വാഡ്സ്, അഗേറ്റ്സ് ഒക്കെ നമുക്ക് തപ്പിയാൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ കുറേ തപ്പി നോക്കിയെങ്കിലും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ലേക്ക് സുപ്പീരിയറിനൊരു പണി കൊടുക്കാനാണോ എന്തോ മിക്കു കൈ കിട്ടിയ പെബിൾസ് എല്ലാം വാരി ലേക്ക് സുപ്പീരിയറിലേക്ക് തന്നെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ ഞങ്ങളും ഉണ്ടാക്കിയ ഒരു പെബിൾ സ്റ്റാക്കിങ്. കാണുന്ന പോലെ അത്ര ഈസി ജോബൊന്നും അല്ല കേട്ടോ. കാരണം ഒരു പെബിളിൻ്റെ മുകളിൽ അടുത്ത പെബിൾ ബാലൻസ് ചെയ്യണമെങ്കിൽ അതിന് ആ ഷേപ്പിൽ ഒത്തുവരുന്ന പെബിൾസ് തന്നെ വേണം. അത് കണ്ടുപിടിക്കലായിരുന്നു ഏറ്റവും റിസ്കി ജോബ്. അങ്ങനെ തട്ടിക്കൂട്ടി ഞങ്ങളും ഉണ്ടാക്കിയൊരു പെബിൾ സ്റ്റാക്കിങ്. പിന്നെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ ആയിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് സൈഡിൽ 2 അപ്പാപ്പന്മാർ സൺബാത്ത് ചെയ്യുന്നത് കണ്ടത്. എന്നാൽ പിന്നെ എനിക്കും വേണം സൺബാത്ത് എന്ന് പറഞ്ഞ് നിബിയും ചാടി ഇറങ്ങി. സണ്ണില്ലെങ്കിൽ എന്താ ബാത്ത് ചെയ്യാലോ. പക്ഷെ ഇറങ്ങിയപ്പോഴാണ് ആശാന് പണി കിട്ടിയത് മനസ്സിലായത്. കാരണം നല്ല തണുത്ത വെള്ളമായിരുന്നേ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചനെ പോലെ നിബി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഈ കനേഡിയൻ അപ്പാപ്പന്മാരെ സമ്മതിക്കണം കേട്ടോ. ഇവർക്ക് ചൂടും തണുപ്പും ഒന്നും പ്രശ്നമില്ല. ഫുൾ അഡ്വഞ്ചറസ് മൈൻഡാണ്. അതുകൊണ്ട് ഇറങ്ങിയ പാവം നമ്മുടെ നിബിയാണ് പെട്ടുപോയത്. സൺബാത്തിന് ഇറങ്ങി ഇപ്പോൾ ആശാൻ സൺവോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
കൂടുതൽ അവിടെ നിന്ന് പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് എന്തോ വെള്ളത്തിൽ നിന്ന് 2 പുഷപ്പൊക്കെ എടുത്ത് ആശ നൈസായിട്ട് കരയിലേക്ക് കയറി. എന്തായാലും ആ കൊതി അങ്ങ് മാറി കിട്ടി. പിന്നെ അവിടുത്തെ കാറ്റൊക്കെ അടുപ്പിച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്ത ശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സ്പോട്ടിലേക്ക് തിരിച്ച് പോകുന്ന വഴി ഞങ്ങൾ കണ്ടൊരു ലൈറ്റ് ഹൗസ് ആട്ടോ ഇത്. അടിപൊളിയല്ലേ? ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ഐറ്റിനറിയിൽ പെബിൾസ് ബീച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചു പോകുന്ന വഴി ഒരു ഫോൾസിലേക്ക് ഡയറക്ഷൻ കണ്ടപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചു. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല, എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. നേരെ ചുമ്മാ കണ്ട ബോർഡ് നോക്കി പോവാണ്. നോക്കാം എന്താവുമെന്ന്. നിങ്ങളിവിടെ നിൽക്കുക, ഞങ്ങൾ ആദ്യം പോയി നോക്കാമെന്ന് പറഞ്ഞ് മിക്കും ഡാഡിയും കൂടെ ചാടി ഇറങ്ങി ഓടിയിട്ടുണ്ടേ. ഇത് കണ്ട ആവേശത്തിന് ചേച്ചിയും പുറകെ ഓടി. എന്നാൽ പിന്നെ ഞങ്ങളായിട്ട് കുറയ്ക്കണ്ടെന്നോർത്ത് ഞങ്ങളും തൊട്ട് പുറകെ വെച്ച് പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വഴി കണ്ട ബോർഡൊക്കെ നിവി ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണോ എന്തോ. ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് ഞങ്ങൾ ചെന്നിറങ്ങിയത് ഇതുപോലൊരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂവിലേക്കായിരുന്നു. അതിമനോഹരമായ ഒരു ഫോൾസിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ ചെന്ന് കയറിയത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാനഡയിൽ. അതുപോലൊരു ഫോൾസാണ് ഇതെന്ന് തോന്നുന്നു. കാരണം ആരും ഉണ്ടായിരുന്നില്ല അവിടെ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാനഡയിൽ എല്ലാവർക്കും അറിയാവുന്ന ഫോൾസാണ് നയാഗ്ര. അവിടെയൊക്കെ പോയാൽ നമുക്കൊരിക്കലും ആ തിരക്കും ബഹളവും കാരണം അതിൻ്റെ ശരിക്കും ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റാറില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് എത്ര നേരം വേണേലും കണ്ണെടുക്കാണ്ട് നോക്കിയിരിക്കാൻ പറ്റുന്നൊരു വ്യൂ ആയിരുന്നു ഇവിടെ. ആ ചെങ്കുത്തായ മലയിടുക്കൾക്കിടയിലൂടെ വെള്ളം കുത്തിയൊലിച്ചിങ്ങനെ പോകുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ. ഈവൻ മിക്ക പോലും അതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് നിന്നുപോയി. ഈ ഫോൾസിൻ്റെ പേര് അതിലും കോമഡിയാണ്, അഗ്ഗസുബോൺ ഫോൾസ്. എന്തായാലേ ഓരോരോ പേര് വരുന്ന വഴികളെ. ഇവിടുത്തെ ഫസ്റ്റ് നേഷൻസിൻ്റെ ലാംഗ്വേജാണത്. അതിൻ്റെ മീനിങ് വരുന്നത് റിവർ വിത്ത് റോക്സ് എന്നാണ്. ഫോൾസിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. പെട്ടെന്നാണ് എവിടെ നിന്നോ ഒരു വിശപ്പിൻ്റെ വിളി വന്നത്. പിന്നെ തൊട്ടടുത്ത് കണ്ട A&W കയറി നല്ല ബർഗറും കോഫിയൊക്കെ അകത്താക്കിയ ശേഷം വീണ്ടും യാത്ര തുടർന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു വെറൈറ്റി ഗെയിം ഞങ്ങൾ കണ്ടുപിടിച്ചു, സ്റ്റോറി ടെല്ലിംഗ്. ഒരാളൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുക, ബാക്കിയുള്ളവർ അത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരുടെയും ടേൺ വന്നപ്പോഴാണ് എല്ലാവർക്കും ഇത്രയും ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായത്. എവിടെ നിന്നോ തുടങ്ങിയ സ്റ്റോറി ഏതൊക്കെയോ യൂണിവേഴ്സിൽ എത്തിപ്പെട്ടു. ഫൈനലി സ്റ്റോറി തീർന്നപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ മീക്കുവിനെ കുറേ കളിപ്പിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞിരുന്ന് ലാസ്റ്റ് ഞങ്ങൾ ഉറങ്ങി വീണു. അപ്പോൾ തണ്ടർബേയിലെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.